അടുത്ത മീൻ അടിച്ചടന്നു അല്ല പിടിക്കും മീൻ പിടിക്കാൻ പറഞ്ഞേ തവളയൊന്നല്ല പോന്നോട്ടെ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ കാലത്ത് തന്നെ കാസ്റ്റ് ചെയ്യാൻ വന്നേക്കുന്നു. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതിൽ കുറച്ച് മീനുകൾ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വരാലാണ് മൊത്തം കിട്ടിയേക്കണത്. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയേക്കണ വരാൽ. ഒരു 10, 13, 14 അടുത്തുണ്ട്. അത് നേരത്തെ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇട്ട് ഏറ്റവും അവസാനം കൊടുത്തേക്കാം വീഡിയോൻ്റെ. അപ്പം ഒത്തിരി നാൾക്ക് ശേഷമാണ് നമ്മൾ മീൻ പിടിക്കാൻ വന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളായി. എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അതിന് നേരത്തെ എടുത്ത കുറച്ച് വീഡിയോകളൊക്കെ ഉണ്ട്. പിന്നെ പണിത്തിരക്കും പിന്നെ കഴിഞ്ഞ് സിസ്റ്റം ജസ്റ്റ് ഒന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ് സിവാക്കസ്റ്റി, അതേപോലെ റീലറും പുതിയ എടുത്തായിരുന്നു, അബുഗാസിയുടെ പ്രോമാക്സ് 4. കുഴപ്പമില്ല, ജസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. ബാക്കിയെല്ലാം പോയി നമ്മളിപ്പോൾ മീൻ കിട്ടിയേക്കണ വീഡിയോ ഒന്ന് കണ്ടിട്ടുവാ. ഓക്കെ, എന്നാലും നമ്മൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വന്നത്. അടിപൊളി സ്ട്രൈക്കായിരുന്നു. എറിയണ സ്ഥലം അടിയോടെ തന്നെയായിരുന്നു. ഫ്രോ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രോഗീവാറ്ററിൻ്റെ ഫ്രോട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് പോയിട്ടുണ്ടെന്നില്ല, നല്ല അടിപൊളി ഒരു സ്ഥലത്തുള്ള ഫ്രോ തന്നെയാണ്. നല്ല ചെളിയൊക്കെ ഉണ്ട്. ഇത് വെള്ളം ഇച്ചിരി കൂടുതൽ ചതുപ്പ് പ്രദേശമാണ്. അപ്പം ഇവിടെ ഇച്ചിരി വെള്ളമൊക്കെ കൂട്ടുന്നുണ്ട്. കല്ല് കാലൊക്കെ നല്ലോണം താന്നു പോകുന്നുണ്ട്. കല്ല കുഴി പോയി അവിടെ ഭയങ്കര കുഴിയായിരുന്നു. കുഴിയിട്ട് പോയി. അവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ മീൻ സ്ട്രൈക്ക് ചെയ്തതാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാൽ കിട്ടി. റിസ്ക് ഉണ്ട്, ഇതാണ് പ്രശ്നം. നമ്മൾ കിടന്ന് വട്ടം കറങ്ങേണ്ടി വരും. അയ്യോ പാമ്പ് കാല് കീറി തോന്നു. മീൻ അടിക്കുന്ന പറഞ്ഞാൽ ഉറപ്പാണ്. മീൻ എന്തായാലും അടിച്ചിരിക്കും. എന്തൊരു പാമ്പ് പോയായിരുന്നു, ചവിട്ടിയില്ല. എന്താ കുഴപ്പമില്ല, എന്നാലും ചെറിയ കറികളുണ്ട്. വരാലൊക്കെ ഇത്രയൊക്കെ ആവുള്ളൂ. മാക്സിമം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഫ്രോഗീവായിട്ട് ഫ്രോഗിൽ തന്നെ അടിക്കാൻ കേട്ടോ. നല്ല ഹുക്കപ്പാണ് ഞാനത്. ആ കൊല്ലി അപ്പുറം എടുക്കും, അതും എടുക്കുന്നു. നമ്മൾ ആ കൊല്ലി എടുക്കണം കേട്ടോ. നമുക്ക് ആദ്യം നമ്മൾ ഫിലിബ്രോയ്ക്ക് കിട്ടിയൊരു മീനാണ്. കുഴപ്പമില്ലാത്ത ഒരു വരാലൊക്കെയാണ്. നമുക്ക് ഇതിനേക്കാളും ചെറുതാണ് ഇപ്പോൾ ഓർമ്മ കിട്ടിയേക്കണത്. അതൊന്നും തിരക്കേടില്ല. എന്തായാലും ആ മീൻ നമുക്ക് കൊല്ലിയിലിട്ടാക്കിയിട്ട് നമുക്ക് അപ്പുറം സൈഡിലോട്ടൊക്കെ ഒന്ന് കവർ ചെയ്ത് നോക്കാം. എന്തായാലും അടി കിട്ടുന്ന 100% ഉറപ്പാട്ടോ. അടി എന്തായാലും കിട്ടും, ഉറപ്പാണ്. ഇങ്ങനെ സമയങ്ങളുള്ള ഇതിനൊക്കെ അങ്ങനെ ഊരിയെടുക്കുക. ഈ സൈഡിലൊക്കെ നല്ല കുഴിയാണ്. അപ്പം ഈ സ്ഥലത്തൊക്കെ ഇപ്പം തന്നെ അവിടെ പോയപ്പോൾ ഒരു മുട്ടിന് മേളിൽ താന്നു പോയി. ഇതെവിടെയൊക്കെ കുഴിയുള്ളതെന്നൊരു ഒരുപാടില്ല. സത്യം പറഞ്ഞ ഈ വഴിയൊക്കെ വന്നത് ഇടയ്ക്ക് മീൻ പിടിക്കാൻ വരുമ്പോൾ മാത്രം വന്നാൽ ഇവിടെ നമുക്ക് മീൻ അടിച്ചത്. എന്തായാലും അവിടെ ഒന്നുകൂടെയൊക്കെ കാസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്ത്
അടുത്ത വരാൽ. കണ്ണി കൂടെ കയറുന്നുണ്ട്. നമുക്ക് അപ്പുറ സ്ഥലത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെയായിട്ടൊന്ന് നോക്കാം. നടന്ന് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും പോയിട്ട് വരാം. ഇവിടെ കഷ്ടം ചെയ്തു അങ്ങോട്ട് നീങ്ങാം. വലിയ എളുപ്പമില്ല, പക്ഷെ എന്തോരം താന്ന് പോകുന്ന പറ്റാൻ എനിക്കറിയില്ല. അയ്യോ, ഈ മുട്ടിൻ്റെ അത്രയും താന്നിട്ടോ, പുല്ല് കാരണം. ഇനി തെളിവായതുകൊണ്ടാണ് മുട്ടിൻ്റെ അത്ര ചെളി വന്നില്ല. നമുക്കൊരു അരയടി വെള്ളമുള്ളൂ, ബാക്കി മൊത്തം ചെളിയ. വഴി അറിയാമായിരുന്നെങ്കിൽ വഴി കൂടെ ഇങ്ങനെ പോകുമായിരുന്നു. ഈ പുല്ല് ചവിട്ടി പോവാം. കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വഴി. അത്യാവശ്യം ഇതാന്ന് തോന്നുന്നു. തന്നെ അടിച്ചിടമ വരാല്. അതെ, അടുത്ത വരാലട്ടോ, 4ാമത്തെ വരാല്. ഇതിലിപ്പുറം നടക്കുന്ന സമയത്ത് നമുക്ക് ഹുക്കൊക്കെ നടികൾ ഹുക്കായതുകൊണ്ട് കുഴപ്പമില്ല. അത് കരപ്പുറത്ത് നിന്നാണ് മീനടിച്ചത്. റോഗ് ചെന്ന് വീണ് അനങ്ങിയപ്പോൾ തന്നെ മീനടിയാൻ തുടങ്ങി. 2ാമത്തെ അടിയിലാണ് അടിച്ചത്. അതിൻ്റെ നമ്മുടെ 4ാമത്തെ മീൻ. നമ്മൾ ഫിലിബ്രു വെള്ളത്തിലങ്ങനെ ഇറങ്ങാത്തതുകൊണ്ട് അദ്ദേഹം അപ്പുറത്തേക്ക് മാറി ഞങ്ങളത്. അപ്പോൾ അവനെ കാണിച്ചു തരാം. അപ്പുറത്തെ സൈഡിലുണ്ട്. അടുത്ത മീൻ അടിച്ചടന്നു. അടിപൊളി, കൊള്ളാന്ന് പറഞ്ഞോ. അടിപൊളി വരാട്ടോ. വേണ്ട തന്നെ വരാതെ നോക്കി. അധികം ചാടിക്കണമല്ല, അങ്ങനെ കവറിൽ കയറട്ടെ. ആ പുല്ലിൻകെട്ടിൻ്റെ മേളിൽ നിന്ന് മീൻ അടിച്ചാട്ടോ. മീൻ പോകായിരുന്നു മതിയായിരുന്നു. പോകാൻ മടി. അത് ഞാൻ വലിച്ചുകൊണ്ട് ഞാൻ അപ്പുറത്തെ കരുത് കാശി അനുസരിച്ച് സ്പീഡിൽ വലിച്ചുകൊണ്ട സമയത്ത് മീൻ അടിച്ചു. അതും ഉടക്കുമെന്ന് പറഞ്ഞത്. നല്ല വരാട്ടോ. അത് ഒരു 1/2 kg മേലുണ്ട്. എല്ലാത്തിനെയും നമ്മൾ ഇവിടെ കര വിശദമായിട്ട് കാണിക്കുന്നതാണ്. അവിടെ അടുത്തുനിന്നാണ് വലിച്ചോണ്ട് പോയിട്ടോ കളിച്ചത്. സമയം കൊടുത്തില്ല, അടിച്ച് ടൈറ്റായിരുന്നു. ചെറുത് തന്നെ അടിച്ചത്. നമ്മുടെ ഫിലിപ്പ് ബ്രോയിൻ്റെ അടുത്തേക്ക് പോട്ടെ. ബ്രോയ്ക്കൊരു മീനോട് കിട്ടിയായിരുന്നു.
ഇത് അപ്പുറ സൈഡിലിട്ടിട്ട് ഇതാണ് ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് നല്ല വെള്ളമുണ്ട്. അപ്പോൾ ആരും പ്രതീക്ഷിച്ച് ഈ സൈഡ് വഴിയായിരുന്നു വഴി. ആ വഴി അവർ അടച്ചു കളഞ്ഞേക്കും. നമ്മളിങ്ങനെ പോകേണ്ടി വരും. നല്ല വെള്ളമുണ്ട്, അരയ്ക്ക് മേല് വെള്ളമുണ്ട്, ചെളിയാണ്. ഇതിലൊക്കെ മുങ്ങിപ്പോയിരുന്നു നോക്കിയാൽ നല്ല ചെളിയുണ്ട്. കാല് കുത്തിപ്പിടിച്ച പോകണം. അങ്ങനെ നമ്മൾ കരക്കടുത്തിട്ടുണ്ട്. എന്നാ ബ്രോ പറ്റിയ? 2 മീൻ മിസ്സായല്ലോ. എവിടെ കൊണ്ടുവരണം ഇങ്ങനെ? ഓ 2 മീൻ ഓടിച്ചിട്ടുണ്ടോ? വാരി ഇട്. ഫിലിപ്പ് ബ്രോയ്ക്ക് 2 മീനെ കിട്ടി. 4 ആശാൻ്റെ 2 മീൻ ഇവിടുത്തെ പിടിച്ച് കൊണ്ടിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത 2 സൈസ് മീനാണ്. കവർ തന്നാ കൊല്ലി തന്നാ ഓ ഒടിച്ച് കൊടുക്കട്ടെ. ഇതിനെ കൊടുത്ത് കൊല്ലിയിട്ടിട്ട് വെച്ചേക്കാം. ആശാൻ 2 മീൻ പോയിന്ന് പറഞ്ഞു, നല്ല മീനായിരുന്നു പറഞ്ഞു, പോയിന്ന് പറഞ്ഞു. അതാ പിടിക്കും മീനെ പിടിക്കാൻ പറഞ്ഞേ. മീന് കിടപ്പുണ്ടെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? മീൻ പിടിക്ക്. എനിക്ക് ഇവിടുന്ന് കറക്റ്റ് അറിയാൻ പറ്റില്ല. പുറകിലെ സാധനം പോയി ഫുള്ള് 2 ബാക്ക്ലാഷ് വന്നപ്പോൾ തന്നെ കിട്ടി. ഓ അവിടെ കൊടുപടിയായിരുന്നു കേട്ടോ. ഇപ്പേ ഓക്കെ 2 മീൻ മിസ്സായിട്ട് ചെറിയൊരു സങ്കടം. കുഴപ്പമില്ല, എന്നാലും 3 മീൻ കയറി. ചൂണ്ടക്കാർക്ക് ഇതുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇനിയും കിട്ടൂടാ. അതിൽ വലിയ ആക്രാന്തം പോണെങ്കിൽ പോട്ടെ, അത്ര നോക്കുള്ളൂ. എങ്കിൽ വേഗം പുറത്ത് പിടിച്ചേ. അടി വിട്ട് ഒരു അടിയുടെ മണം മണക്കുന്നുണ്ട് കേട്ടോ. വേഗം പിടിച്ചോ. സഹിക്കുന്ന ഏരിയയിലോട്ട് ഇരിക്കും. ഒരെണ്ണത്തിനടി വേണ്ടി ഇത് തന്നെ എനിക്കും പറ്റണം. അത്ര വേണേ. സ്പിന്നറിലാ കടിച്ചെന്ന് നോട്ടത്. ചോട്ടിയില്ല. നല്ലൊരു മീനായിരുന്നത്, മിസ്സായി. അത് എടുത്തില്ലായിരുന്നു, അങ്ങ് സ്പിന്നറിൽ കയറി കടിച്ചു കളിച്ചത്. എനിക്ക് 2 വട്ടം അങ്ങനെ ചോറെണ്ണം നല്ല ഉക്കായിരുന്നു. ഈ പകുതിക്ക് കയറി വന്നിട്ട് വിട്ടുപോയി. അടിച്ചില്ല. പക്ഷെ ഞാൻ അടിച്ചത് എനിക്കറിയില്ല. ഞാൻ നോക്കിയായിരുന്നു, അതിനെ നോക്കിയായിരുന്നു. അതാ ഇച്ചിരി പാടാ. കമോൺ, ഏതൊക്കെയുള്ള ഒരാളടിക്ക്. തവളയൊന്നല്ല, മീന മോനെ. ചേർന്നുണ്ട വരാല. അയ്യോ വേണ്ട, അവിടെ അടുത്തൊരു വരാല്. ഇത് വരാല് അല്ല, പെടപ്പം വരാട്ടോ. അല്ല കിട്ടക്കം കിണ്ണക്കച്ചാണ് വരാല്. ഇഷ്ടംപോലെ മീൻ, ഇഷ്ടംപോലെ ഉണ്ട് മീൻ. നമുക്ക് വേണ്ട നല്ല കളറ് ചോറ വേണ്ട. ഇതിനൊക്കെ ഇച്ചിരി കൂടെ മുഴുപ്പുള്ള എനിക്ക് അപ്പുറം നേരിയത്.
നമ്മളെ ഫ്രൊഗീവായിട്ട് ഫ്രൂവിൻ്റെ വായിൽ പിന്നെ ഒന്നര കൊല്ലം ഉണ്ടായി. നീ ഇതിലോട്ട് പോയിട്ടില്ല. ഏത് തുറന്നടാ. ക്വാളിറ്റി പക്ക ക്വാളിറ്റി. അതിൻ്റെ ഹെഡ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം കീറിയുള്ളൂ, അല്ലാതെ തുന്നി കഴിഞ്ഞപ്പോൾ അത് റെഡിയായി. കുക്കായിക്കണണ്ട 2 ഹുക്ക് നല്ല ടോപ്പ് വശത്ത് കയറുന്നത്. കിട്ടി അതിൻ്റെ ഇടയ്ക്ക് ഇത് കത്തിയാൽ മതി. 8 വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതും കഴിക്കരുത്. ഇത് ഒറ്റ കെട്ടലാകുമ്പോൾ വേറെ മറിച്ചെടുക്കാനുണ്ടെന്നുള്ളൂ. സിമ്പിൾ കെട്ടത്. നീ വേണ്ട ഇതിലിട്ട് ഞാൻ തുറക്കട്ടെ. ഇത് വായിലായില്ല. തലവശം കയറ്റി അങ്ങനെ പോക്കോളൂ. അതെ, അടുത്ത മീനും കയറി. ഫിലിപ്പേ പൊളിയല്ലേ? കുറേ നാവും അധികമുണ്ടോ? അവിടെ ഈ വരമ്പത്ത് നേരെ കയറി തരാം. ഫിലിപ്പേ ചെറുതായിരുന്നു. എത്ര മീനാണ് പോണത്? നല്ല മീനായിരുന്നത്. ഇവിടുന്ന് അടിച്ച മീനുകളൊന്നും കയറണില്ലല്ലോ. നല്ല മീനായിരുന്നു, മിസ്സായി. ആടാ, ഇത് കമ്പിക്കുമ്പോൾ ഒറ്റ അടിച്ച് കയറണല്ലോ. എത്ര പോയെന്നറിയാമോ? അറിയില്ല. നിങ്ങൾ ഇറങ്ങി വാ, തീരടിയാ. നിങ്ങൾ ഇറങ്ങി വാ മനുഷ്യ, എങ്ങ് വാടാ. ആ ചെരുപ്പ് വിട്ടിട്ട് ഇങ്ങോട്ട് വാ. അവിടെ മാത്രമേ വെള്ളമുള്ളൂ, ഇവിടെ വെള്ളമില്ല. തീരടിയാ. എത്രാമത്തെ പോണെന്നറിയാമോ?
ഒരു മേടിച്ചിട്ടുണ്ടോ? ഇത് മിക്കവാറും തന്നെ പോരും കേട്ടോ. ഞാൻ എടുത്ത് കൈ പിടിച്ചാൽ ഞാൻ പോവും. നേരിട്ട് വളർന്നിട്ട് ഒരെണ്ണ കിട്ടിയുള്ളൂ. ആ മുഴുത്ത മീനായിരുന്നു ആദ്യം പോയത്, ഐസ് മീനായിരുന്നു. പിന്നെ അടി അടിക്കണ അരി കിടന്ന് നടക്കണം. ഞാൻ തുറക്കട്ടെ അത്ര മതി. തലയലായിരുന്നത് 10. കൊള്ളാം. നമ്മളല്ല ഇവിടെ പൂക്കുറ്റി അടിക്കിട്ടെന്ന് പറഞ്ഞാൽ നമുക്കിനിയും പോകാനുണ്ട്. സമയത്ത് ഇനി പോകാൻ സമയമാവുള്ളൂ. ഹോസ്പിറ്റലിൽ പോകണം. ഇനി കയറുന്നില്ല. അവളുടെ അച്ഛനെ മരുന്ന് മേടിക്കണ്ടേ. നമുക്ക് ഒരു മീനോട് കിട്ടിയായിരുന്നു. നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായി പോയി. അടുത്തവൻ കുഴപ്പമില്ല. എവിടെ എറിഞ്ഞാലും അടിയുടെ പെരുന്നാളെന്നൊരു അടിയുടെ പെരുന്നാൾ. നമുക്ക് കിട്ടി മീനെ കണ്ടാ ആവശ്യം മീനാ. വെറും 1 മണിക്കൂർ 1.5 മണിക്കൂർ. പോട്ടെ, അങ്ങ് പോട്ടെ. നീ ഇറങ്ങി പോണോ? പോയാലോ? നീ പോയാലോ? വേറെ ഇനി നോക്കാൻ സമയമില്ല. അതുകൊണ്ടാ 8:30 ചെല്ലണം. എനിക്ക് പോകാനേ തോന്നണില്ല. അടിയെന്ന് വെച്ചാണെങ്കിൽ എവിടെ എറിഞ്ഞാലും അവിടെ പോയിട്ട് ഒരേ എറിഞ്ഞുള്ളൂ. അപ്പോൾ മീനടിച്ച്. അപ്പോൾ ലാസ്റ്റത്തെ പോക്കാം. ഒരു മീൻ പിടിച്ചോണ്ട് വരും, പോവും. വീട്ടിൽ ചെന്നിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവസാനത്തെ സമയം ഏകദേശം 8:15. ഞങ്ങൾ ഇവിടെ 6 ആയപ്പോൾ വന്നാൽ 7, 8:30 വല്ലോ. 1.5 മണിക്കൂർ ആയില്ല. 1.5 മണിക്കൂർ ആവണേക്കാൾ മുമ്പ് തന്നെ ഞങ്ങൾക്ക് 10 മീനിൻ്റെ അടുത്ത് തന്നെ ആയി. അടുത്തവൻ എവിടെ എറിഞ്ഞാലും മീനുകളാണ്. എല്ലാം സെയിം തന്നെയാ. കൊല്ലി അപ്പുറം ഇരിക്കും, അല്ലെങ്കിൽ കൊല്ലി ഇപ്പുറം ആയിരുന്നെങ്കിൽ ഇപ്പുറം പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി പോണോ? പോണോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ എല്ലാം വരണ പോണേ. ഇപ്പൊ ചെറുതുകളല്ലേ? ചെറുതുങ്ങളടിയുന്ന എന്ത് വന്നാലും മീൻ കിട്ടുന്നല്ലോ. നേരത്തെ എനക്ക് മാത്രമേ ഒന്നും കിട്ടണ്ടതില്ല. 2 സെയിം സാധനം. അരച്ചനെ മക്കളെ 10 കണ്ടല്ലേ? 10-11 കണ്ടായിരുന്നു. അത് മീൻ സ്ട്രൈക്ക് ചെയ്തായിരുന്നു സൈഡിൽ.
അടുത്ത വരാല ഈ നട്ട് കുഴിഞ്ഞിങ്ങനെ വരാറുണ്ട്. വെറൈറ്റി വരിക നട്ട് കുഴിഞ്ഞിങ്ങനെ. അടുത്തടിച്ച് 13ാമത്തെ ഒരാള്. എല്ലാം നമ്മുടെ ഫ്രൂഗിൽ തന്നെ അടിച്ചാണ് കേട്ടോ. ഒരെണ്ണം പോലെ മാറ്റിയിട്ടില്ല. ടോട്ടൽ നമുക്ക് 14 മീൻ കിട്ടിയായിരുന്നു. ഇന്നലെ നല്ലൊരു മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് പുതുവെള്ളത്തിലൂടെ കയറി വന്നതാണ് മീനെല്ലാം. മീൻ കിടപ്പുണ്ട് ഒത്തിരി. നമുക്ക് ഈ പുല്ലിനെ അടിക്കുന്നതായതുകൊണ്ട് ഒരുപാടെണ്ണം മിസ്സായിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലൊന്ന് ഒന്നുകൂടെ നോക്കണം. എന്തായാലും ചുമട്ടന്മാരായ ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള 14 മീൻ കിട്ടി. മല്ലു ഹണ്ടർ